എഡ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം അകാലികൾ. അകാലികൾ എന്ന വിഭാഗമാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായി. ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല വയനാട്. വയനാടാണ് 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയാണ് ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 19. ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ. പമ്പ നദിയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ പൈലറ്റ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ പൈലറ്റ് സബ് ലഫ്റ്റനൻറ്റ് ശിവാംഗി. സബ് ലഫ്റ്റനൻറ്റ് ശിവാംഗിയാണ് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ പൈലറ്റ്. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി MN ഗോവിന്ദൻ നായർ. MN ഗോവിന്ദൻ നായരാണ് ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത വാലന്റീന തെരഷ്കോവ. വാലന്റീന തെരഷ്കോവയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ജീവകം K. ജീവകം K ആണ് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം റൈബോഫ്ലേവിൻ. റൈബോഫ്ലേവിൻ എന്ന ഘടകമാണ് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാനായി ഇരുമ്പിന്മേൽ സിങ്ക് പൂശുന്ന പ്രക്രിയ. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാനായി ഇരുമ്പിന്മേൽ സിങ്ക് പൂശുന്ന പ്രക്രിയ
ഗാൽവനൈസേഷൻ. ഗാൽവനൈസേഷൻ എന്ന പ്രക്രിയയാണ് ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാനായി ഇരുമ്പിന്മേൽ സിങ്ക് പൂശുന്ന പ്രക്രിയ. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്താണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് മാജുലി. അസമിലെ മാജുലിയാണ് ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം? ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. പുതുച്ചേരിയാണ് ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല? ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ജഡായു നേച്ചർ പാർക്ക്. ജഡായു നേച്ചർ പാർക്കിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ? കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര ജയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ് കൊബാൾട്ട് 60. കൊബാൾട്ട് 60 ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ്? മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ. സത്യമേവ ജയതേ എന്ന വാക്ക് ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? സത്യമേവ ജയതേ എന്ന വാക്ക് ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? മുണ്ഡകോപനിഷത്ത്. മുണ്ഡകോപനിഷത്തിൽ നിന്നുമാണ് സത്യമേവ ജയതേ എന്ന വാക്ക് എടുത്തിരിക്കുന്നത്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ്. കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല? കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂർ ജില്ലയ്ക്കാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം? ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം നീലഗിരി താർ, വരയാട്. വരയാടാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി? ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു. സിന്ധു നദിയാണ് ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം? അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. യുറാനസ് ആണ് അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം? ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം മുംബൈ. മുംബൈയാണ് ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം.
ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടക. കർണാടകയാണ് ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ലിഗ്നൈറ്റ് ഖനനത്തിന് പ്രസിദ്ധമായ സ്ഥലം. ലിഗ്നൈറ്റ് ഖനനത്തിന് പ്രസിദ്ധമായ സ്ഥലം നെയ്വേലി. നെയ്വേലിയാണ് ലിഗ്നൈറ്റ് ഖനനത്തിന് പ്രസിദ്ധമായ സ്ഥലം. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ചെറുതോണി. ചെറുതോണി ഡാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം. തൃപ്പാപ്പൂർ സ്വരൂപം എന്നതാണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. കൊല്ലത്താണ് കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാങ്കിംഗ് സേവനം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ബാങ്കിംഗ് സേവനം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? തൃതീയ മേഖല. തൃതീയ മേഖലയിലാണ് ബാങ്കിംഗ് സേവനം ഉൾപ്പെടുന്നത്. കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ് ഡ്യൂറ്റീരിയം. ഡ്യൂറ്റീരിയമാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം. തിരുവനന്തപുരം ജില്ലയിലെ പട്ടം പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 1983. 1983 താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആയിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം. മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം. ജാലിയൻ വാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ജാലിയൻ വാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അമൃത്സർ. അമൃത്സറിലാണ് ജാലിയൻ വാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മലയാളത്തിലെ ആദ്യ ഇൻ്റർനെറ്റ് മാഗസിൻ. മലയാളത്തിലെ ആദ്യ ഇൻ്റർനെറ്റ് മാഗസിൻ പുഴ.com. പുഴ.com ആണ് മലയാളത്തിലെ ആദ്യ ഇൻ്റർനെറ്റ് മാഗസിൻ. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി വി ഗിരി. വി ഗിരിയാണ് കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി. പീപ്പിൾസ് കോർട്ട് എന്നറിയപ്പെടുന്നത്. പീപ്പിൾസ് കോർട്ട് എന്നറിയപ്പെടുന്നത് ലോക് അദാലത്ത്. ലോക് അദാലത്താണ് പീപ്പിൾസ് കോർട്ട് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലാദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം. ഇന്ത്യയിലാദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയം. കോട്ടയമാണ് ഇന്ത്യയിലാദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം. കർഷണം കുറയ്ക്കാനായി യന്ത്രങ്ങളിൽ
ഖരരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്നേഹകമാണ്. ഘർഷണം കുറയ്ക്കാനായി യന്ത്രങ്ങളിൽ ഖരരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്നേഹകം ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് ഘർഷണം കുറയ്ക്കാനായി യന്ത്രങ്ങളിൽ ഖരരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്നേഹകം. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു അയഡോപ്സിൻ. അയഡോപ്സിനാണ് വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജെ.സി. ബോസ്. ജെ.സി. ബോസാണ് സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നതായിരുന്നു പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. കരിമഴ പെയ്യുന്ന ഗ്രഹം. കരിമഴ പെയ്യുന്ന ഗ്രഹം ശനി. ശനിയിലാണ് കരിമഴ പെയ്യുന്നത്. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത്. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് കാന്തളൂർ ശാല. കാന്തളൂർ ശാലയാണ് ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് ദേവിക റാണി. ദേവിക റാണിയാണ് ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത്. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ്. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 ആയിരുന്നു ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ്. കേരളത്തിൽ എവിടെയാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൽ എവിടെയാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഓടക്കാലി. കേരളത്തിൽ ഓടക്കാലിയിലാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി. ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി അരുന്ധതി റോയ്. അരുന്ധതി റോയ് ആണ് ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത് ക്രോമാറ്റിൻ തന്തുക്കൾ. ക്രോമാറ്റിൻ തന്തുക്കളാണ് മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. റൈസോബിയം എന്ന ബാക്ടീരിയയാണ് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കാണ് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചൽ. ഹിമാചലാണ് ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ ഇന്ത്യയുടെ ഭരണാധികാരി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ ഇന്ത്യയുടെ ഭരണാധികാരി അക്ബർ. അക്ബറായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ
ഇന്ത്യയുടെ ഭരണാധികാരി. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിന് നൽകുന്ന പുരസ്കാരം. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിന് നൽകുന്ന പുരസ്കാരം ഗോൾഡൻ ഗ്ലൗ അവാർഡ്. ഗോൾഡൻ ഗ്ലൗ അവാർഡാണ് ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിന് നൽകുന്ന പുരസ്കാരം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1965. 1965 കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം. ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ? ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ? എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ ഭംഗർ എന്നിവ. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് താർ മരുഭൂമി. താർ മരുഭൂമിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. കാനിങ് പ്രഭുവായിരുന്നു ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പർ. അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പർ ബില്യൺ ബീറ്റ്സ്. ബില്യൺ ബീറ്റ്സ് എന്ന ഈ ന്യൂസ് പേപ്പറായിരുന്നു അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പർ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. ലിട്ടൺ പ്രഭുവായിരുന്നു പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. കണ്ണാടിയിൽ പ്രതിബിംബത്തിൻ്റെ വശങ്ങൾ ഇടം വലം തിരിഞ്ഞു വരാൻ കാരണമായ പ്രതിഭാസം. കണ്ണാടിയിൽ പ്രതിബിംബത്തിൻ്റെ വശങ്ങൾ ഇടം വലം തിരിഞ്ഞു വരാൻ കാരണമായ പ്രതിഭാസം പാർശ്വിക വിപര്യം. പാർശ്വിക വിപര്യം എന്ന പ്രതിഭാസമാണ് കണ്ണാടിയിൽ പ്രതിബിംബത്തിൻ്റെ വശങ്ങൾ ഇടം വലം തിരിഞ്ഞു വരാൻ കാരണമായ പ്രതിഭാസം. അന്തരീക്ഷവായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം. അന്തരീക്ഷവായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പ്. അന്തരീക്ഷവായു ഇല്ലെങ്കിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പായിരിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുഗു. തെലുഗുവാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ല്. നെല്ലാണ് ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഭക്രാനങ്കൽ. ഭക്രാനങ്കലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ച പ്രധാനമന്ത്രി. സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയായിരുന്നു സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ച പ്രധാനമന്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. ICC പുരുഷ T20 ലോകകപ്പ് ആരംഭിച്ച വർഷം. ICC പുരുഷ T20 ലോകകപ്പ് ആരംഭിച്ച വർഷം 2007. 2007 ICC പുരുഷ T20 ലോകകപ്പ് ആരംഭിച്ചത്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത് നിലമ്പൂർ.
കേരളത്തിൽ നിലമ്പൂരാണ് സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ക്ഷയം. ക്ഷയരോഗത്തിനുള്ള ചികിത്സയാണ് ഡോട്ട്സ് എന്ന ചികിത്സാ സമ്പ്രദായം. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജി ആണ് എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത്. കേരളത്തിൽ ആദ്യമായി ഭിന്നലിംഗക്കാരുടെ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന ടാക്സി സർവീസ്. കേരളത്തിൽ ആദ്യമായി ഭിന്നലിംഗക്കാരുടെ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന ടാക്സി സർവീസ് ജി ടാക്സി, ജെൻഡർ ടാക്സി. ജി ടാക്സിയാണ് കേരളത്തിൽ ആദ്യമായി ഭിന്നലിംഗക്കാരുടെ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന ടാക്സി സർവീസ്. കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കപ്പെട്ട ആദ്യ നഗരം. കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കപ്പെട്ട ആദ്യ നഗരം തിരുവനന്തപുരം. തിരുവനന്തപുരമായിരുന്നു കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കപ്പെട്ട ആദ്യ നഗരം. അരയ സമാജം സ്ഥാപിച്ചത്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. 1907 പണ്ഡിറ്റ് കറുപ്പനായിരുന്നു അരയ സമാജം സ്ഥാപിച്ചത്. മഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ. മഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യനാണ് മഗ്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന രാജാവ്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന രാജാവ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനാണ് മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന രാജാവ്. ഇന്ത്യയുടെ സോയാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സോയാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഇന്ത്യയുടെ സോയാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. പുരാതന ഇന്ത്യയിലെ ഗംഗാ സമതലത്തിലെ വ്യാപാരികൾ രൂപീകരിച്ച വാണിജ്യ സംഘടനയുടെ പേര്. പുരാതന ഇന്ത്യയിലെ ഗംഗാ സമതലത്തിലെ വ്യാപാരികൾ രൂപീകരിച്ച വാണിജ്യ സംഘടനയുടെ പേര് ശ്രേണികൾ. ശ്രേണികൾ എന്നതായിരുന്നു പുരാതന ഇന്ത്യയിലെ ഗംഗാ സമതലത്തിലെ വ്യാപാരികൾ രൂപീകരിച്ച വാണിജ്യ സംഘടനയുടെ പേര്. സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം. സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം 1829. 1829 സതി സമ്പ്രദായം നിർത്തലാക്കിയത്. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.